ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ ട്യൂസ്ഡേയുടെ Q&A ആണ്. ഈ ആഴ്ച മെയിൻ ആയിട്ട് വന്ന 3 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ, ഒന്ന് ടീനേജേഴ്സിന് ഓപ്പൺ പോസ് എങ്ങനെ മാറ്റാന്നുള്ളതിനെ പറ്റി, രണ്ട് നമ്മുടെ ചീക്കിലും നെറ്റിയിലും ഒക്കെ വരുന്ന ആ ഒരു ചെറിയ ചെറിയ തരിപ്പില്ലേ, തരിതരിയായിട്ടുള്ള കുരു, അതെങ്ങനെ മാറ്റാന്നുള്ളതിനെ പറ്റി, മൂന്ന് കോജിക് ആസിഡ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് ടീനേജേഴ്സിനെ നോക്കാം. മോസ്റ്റ് ഓഫ് ദ ടീനേജേഴ്സിനും ഹോർമോണൽ ചേഞ്ച് കാരണം ഒരുവിധ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻ കിട്ടും, അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിരിക്കും. ടീനേജിന്റെ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂക്കുരു വരുന്നതും. നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കിൻ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ടീനേജിന്റെ ടൈമിലായിരിക്കും. പക്ഷെ അതാണ് ഏറ്റവും വലിയ തെറ്റ്. ടീനേജേഴ്സ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്കിൻ ഏറ്റവും നന്നായിട്ടിരിക്കുന്നത്. സ്കിൻ ബാരിയർ ബ്രേക്കേജ് ലെസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ഫേസിൽ ഒരുപാട് സെബവും ഓയിൽ പ്രൊഡക്ഷനും ഒക്കെ ഉള്ള, പിന്നെ ഒരുപാട് സെബേഷ്യസ് ഫിലമെന്റ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് ഒക്കെ ഒന്ന് കൂടും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോർമോണിന്റെ ആ ഒരു ചേഞ്ച് കാരണം നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഒന്ന് എക്സ്ട്രാ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന കാരണം നമ്മുടെ ഓപ്പൺ പോസ് ഒക്കെ നന്നായിട്ട് കാണപ്പെടുന്നതാണ്. നമ്മുടെ സ്കിന്നിന് പോസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും വർക്ക് ചെയ്തില്ല. നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതിനകത്തൂടെ സ്വെറ്റ് പുറത്തു പോകാനും അതിൽ നിന്ന് ശ്വസിക്കാനും ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്തായാലും പോസ് വേണം. പിന്നെ ചെറിയ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ പോസിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഡിസപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് സ്കിന്നിന് ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് നടന്നാൽ മാത്രമേ, ഈവൻ ദോ എക്സസീവ് ആയിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ, ആ ഓയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ ഒന്ന് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഓയിൽ പ്രൊഡക്ഷൻ എന്തായാലും വേണം. അതുപോലെ ഓപ്പൺ പോസ് അല്ല, പോസ് നമ്മുടെ സ്കിന്നിന് വേണം. അപ്പൊ ഇത് നിർത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആദ്യമേ നോക്കേണ്ടത്. പിന്നെ നമ്മുടെ പോസിന് പ്രത്യേകിച്ച് മസിൽസ് ഒന്നുമില്ല. നമ്മുടെ വാ തുറന്നടയ്ക്കുന്ന പോലെ നമ്മുടെ പോസിനെ തുറക്കാനും അടയ്ക്കാനും ഒന്നും പറ്റത്തില്ല. നമ്മുടെ ആ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഈ പോസിന്റെ അപ്പിയറൻസ് കൂടുന്നതും കുറയുന്നതും ഒക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് ഹൈഡ്രേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ആക്കുമ്പോൾ നമുക്ക് ഓപ്പൺ പോസ് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദി ടൈമിൽ ഓപ്പൺ പോസ് വരുന്നത് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻകാർക്കായിരിക്കും. അപ്പൊ ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓയിലി സ്കിൻകാർ ചെയ്യേണ്ടത്, നിങ്ങൾ മോർണിംഗിൽ ഒരു സാലിസിലിക്, മോർണിംഗോ അല്ലെങ്കിൽ നൈറ്റോ ഏതെങ്കിലും ഒരു ടൈം ഒരു സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം ഈ സാലിസിലിക് ആസിഡ് എന്ന് വെച്ചാൽ BHA ആണ്, അതായത് ബീറ്റാ ഹൈഡ്രോക്സി ആസിഡ്. ഇത് നമ്മുടെ പോസിലോട്ട് പോയിട്ട് അതിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതായത് നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നമ്മുടെ പോസിന് വലുതായിട്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പൊ ഈ പോസിനെ ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ആ വലിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സാധനം ഇരുന്നിട്ടാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതങ്ങനെ നമുക്ക് എടുത്ത് കളയാനുള്ള ഇത് കിട്ടും. അപ്പൊ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകും. അതുപോലെ തന്നെ സെബേഷ്യസ് ഫിലമെന്റ്സും ഒന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം. ഇപ്പൊ നമ്മളിപ്പോ ടീനേജ് ആയിരിക്കും, നമുക്ക് ബഡ്ജറ്റ് കുറച്ച് കമ്മിയായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റാൻഡം ആയിട്ട് നമ്മൾ ഷോപ്പിൽ കിട്ടുന്നു അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞ പ്രൊഡക്ട്സ് വാങ്ങിക്കും. റേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എപ്പോഴും വാങ്ങിക്കേണ്ടത് ജെൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ തിക്കായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കണം, അതിനകത്ത് ഒരുപാട് ഓയിൽസ് കാണും. അപ്പൊ ഈ ഓയിൽസും ഓൾറെഡി നമ്മുടെ സ്കിന്നിലുള്ള ഓയിലും കൂടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ എക്സ്ട്രീംലി ഓയിലി ആയിട്ട് തോന്നും. മാത്രമല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സിലൊക്കെ ഈ കൊമഡോൺ ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ പോസിന് വീണ്ടും അത് അപ്പിയറൻസ് കൂട്ടുകയും നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിമ്പിൾസ് ഒക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ നോൺ കൊമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം, ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കാം. പിന്നെ നമുക്കറിയാം, ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ഒരുപാട് തവണ വാഷ് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ വാഷ് ചെയ്യരുത്. ബേസിക്കലി 2 ടൈം മാത്രം ഫേസ് വാഷ് ചെയ്താൽ മതി. എക്സ്ട്രീംലി ഓയിലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, അതായത് നല്ല ഓയിലി സ്കിൻ ആണെങ്കിലും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫേസ് ഭയങ്കര തിളങ്ങിയിരിക്കുന്ന ആ ടൈപ്പ് ഓയിലി ആണെങ്കിൽ നിങ്ങൾ 2 നേരം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മോർണിംഗിൽ ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. സെറ്റാഫിലിന്റെ ജെന്റിൽ ക്ലെൻസറോ, സെറാവിയുടെ ജെന്റിൽ ക്ലെൻസറോ, അല്ലെങ്കിൽ മിനിമലിസ്റ്റ് ഓട്സ് ക്ലെൻസറോ, അല്ലെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ക്ലെൻസർ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന്, ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ, ഇതിൽ ഏതെങ്കിലും ഒരു ക്ലെൻസേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെ ഞാൻ പറഞ്ഞാൽ വേറെ നിങ്ങൾക്ക് ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് അറിയാമെങ്കിൽ അത് വയ്ക്കാം. അതായത് ഡോക്ടർ ഷെയ്റ്റിന്റെ ജെന്റിൽ ക്ലെൻസർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ജെന്റിൽ ക്ലെൻസർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്താൽ മതി. പിന്നെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ അതെപ്പോഴും സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫാർമസി പോവുകയാണെങ്കിൽ ആക്നെ UV സൺസ്ക്രീൻ, അതല്ലെങ്കിൽ റിക്വലിന്റെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സിലിക്കോൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് നമുക്കൊന്ന് കുറച്ച് കാട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ സിലിക്കോൺ ബേസ്ഡ് സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാം. പിന്നെ ഫേസ് വാഷ് മാക്സിമം ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് മോർണിംഗ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നൈറ്റ് നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. അതായത് നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഫോക്സ്ടെയിലുണ്ട്, ആക്നെ സ്ക്വാഡിലുണ്ട്, ഡെർമക്കോയിലുണ്ട്, പ്ലമ്മിലുണ്ട്,
ഡോട്ട് ആൻഡ് കീൽ ഉണ്ട്, ഒരുവിധം എല്ലാ ബ്രാൻഡുകൾക്കും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്. ഇതിനകത്ത് ഡോക്ടർ ഷെയ്ത്തിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് വാങ്ങിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അത് ചെറിയ രീതിയിൽ എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് കണ്ണ് ഇറിറ്റേഷൻ കൊടുക്കാറുണ്ട്. എനിക്ക് കണ്ണ് ഇറിറ്റേഷൻ വന്നായിരുന്നു, അതുകൊണ്ട് ഡോക്ടർ ഷെയ്ത്ത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അടുത്ത നിങ്ങൾ ചോദിക്കാൻ പോണ ചേച്ചി എന്താ ഞാൻ നിയാസിനമൈഡ് സെറം യൂസ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് എക്സ്ട്രീംലി നല്ല ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 5% നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ടീനേജേഴ്സിന് സെറത്തിന്റെ ആവശ്യമില്ല. ഈവൻ ദോ നിങ്ങൾ 5% നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുന്നെങ്കിലും 2 നേരം ഒന്നും യൂസ് ചെയ്യേണ്ട, നൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രീംലി നല്ല പിമ്പിൾസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ബേസിക് സ്കിൻ കെയർ വിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ വിട്ടിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ പോയി പേഴ്സണൽ ആയിട്ട് കണ്ടിട്ട് അതിന് പറ്റിയ ക്രീമുകൾ യൂസ് ചെയ്യുന്നതാണ്. കാരണം ആന്റിബയോട്ടിക് ക്രീംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്നെ പെട്ടെന്ന് മാറാനുള്ള ക്രീമുകൾ ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഒരു 2-3 ആഴ്ച യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ചസ് വരികയും ചെയ്യും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ഓപ്പൺ പോസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോവുകയും ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മുഖത്ത് വരുന്ന ഈ ചെറിയ ചെറിയ കുരുക്കൾ. ഈ നമ്മുടെ മുഖത്ത് വരുന്ന ചെറിയ ചെറിയ കുരുക്കൾ 2 രീതിയിൽ വരാം. ഒന്നുകിലും നിങ്ങളുടെ തലയിൽ ഒരുപാട് താരൻ ഉണ്ടെങ്കിൽ അത് കാരണം ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ആ കുരു വരാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓപ്പൺ ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസ് ഡെഡ് സ്കിൻസും അല്ലെങ്കിൽ അതിന്റെ ഓയിൽസും ഒക്കെ വന്ന് അടഞ്ഞിരുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ചെറിയ ചെറിയ കുരുകുര വരുന്നതായിരിക്കും. അപ്പൊ ഈ 2 റീസൺസ് കാരണം നമുക്ക് ആ ഒരു ചെറിയ ചെറിയ കുരുക്കൾ മുഖത്ത് വരാം. അതിനകത്ത് നിങ്ങൾക്ക് ഡാൻഡ്രഫ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ അത് റെഡിഷ് ആയിരിക്കും, ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. മാത്രമല്ല അത് ഒരുപാട് ക്ലസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്, ഒരു കൂട്ടമായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഭയങ്കര ഇറിറ്റേഷൻ, നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പ് ഒക്കെ ആയിരിക്കും കൂടുതൽ. നിങ്ങളുടെ കൊമിഡോൺ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇച്ചിനെസ് ഒന്നും ഉണ്ടാവത്തില്ല. അതൊരു തൊലി ഇങ്ങനെ വന്ന് മുകളിൽ ഇരിക്കുന്ന കണക്ക് തോന്നും. നമുക്ക് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ് സാധനം. നിങ്ങൾ എങ്ങാനും ഭയങ്കര സ്പീസ് ചെയ്യാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കളർ സാധനമായിരിക്കും അതിനകത്ത് വരുന്നത്. അതാണ് ക്ലോസ്ഡ് കൊമിഡോൺസ്. അപ്പൊ നിങ്ങൾക്ക് ഡാൻഡ്രഫിന്റെ ടൈപ്സ് ആണ് ഇല്ലെങ്കിൽ, ഡാൻഡ്രഫ് കാരണമുള്ള തരിതരിയായിട്ടുള്ള കുരുക്കളാണ് ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കെറ്റോകോണസോൾ ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു, അതല്ലെങ്കിൽ സിങ്ക് പൈറത്തോൺ ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഏതെങ്കിലും ആന്റി ഫംഗൽ ഫേസ് വാഷ്, അല്ലെങ്കിൽ ഫേസ് വാഷ് കിട്ടാൻ ചാൻസ് കുറവാണ്, സോപ്പുകൾ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലോ ഒക്കെ, എക്സ്ട്രീംലി ആണെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്യും. അത് ഒരു നേരം യൂസ് ചെയ്താൽ മതി. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ആ ഷാമ്പു ജസ്റ്റ് ഒന്ന് ഫേസിൽ നിന്ന് കഴുകി കളയാം. പക്ഷെ നിങ്ങളുടെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ട് വയ്ക്കാനും ശ്രദ്ധിക്കാം. നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം എന്തായാലും ഈ പറഞ്ഞ ഏതെങ്കിലും കീറ്റോകോണസോളോ സിങ്ക് പൈറത്തോണോ ഉള്ള ഒരു ഷാമ്പു വാങ്ങിക്കുക. അത് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും. അത് യൂസ് ചെയ്തതിന്റെ കൂടെ നിങ്ങൾ തലയിൽ ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ പോലെയുള്ള ഓയിൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഓയിലാണ് നമ്മുടെ ഫംഗസ് വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. അപ്പൊ നിങ്ങൾ വീണ്ടും തലയിലോട്ട് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ ഡാൻഡ്രഫ് കൂടാനാണ് ചാൻസ്. അപ്പൊ ഓയിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ല ഇച്ച്നെസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല കട്ടയ്ക്ക് താരൻ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് നമുക്ക് അകത്തോട്ട് മരുന്നെടുക്കേണ്ടി വരും. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ മാത്രമല്ല കീറ്റോകോണസോൾ അല്ലെങ്കിൽ സിങ്ക് പൈറത്തോൺ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ 2 ദിവസം ആൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഷാമ്പു യൂസ് ചെയ്യുക. ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷാമ്പു ആണ്. ഒരുപാട് കമ്പനികളിലുണ്ട്, വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ചെയ്തേക്കാം. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഏത് ഷാമ്പു യൂസ് ചെയ്താലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ വീക്ക്ലി വൺസ് മാസ്ക് വേണ്ട, കണ്ടീഷണർ യൂസ് ചെയ്താൽ മതി. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് ആയാലും നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പു ആയാലും നിങ്ങളുടെ സ്കാൽപ്പിന് നന്നായിട്ട് ഡ്രൈ ഔട്ട് ചെയ്യും. പിന്നെ നമ്മൾ ആ ലാദർ നമ്മുടെ ഹെയറിലോട്ട് പോകുന്നത് കാരണം അത് നമ്മുടെ ഹെയറും കുറച്ച് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന തോർത്ത്, അതും പിന്നെ അതല്ലെങ്കിൽ ചീപ്പ്, ഇതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ചൂടുവെള്ളത്തിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻതോ ഇത് ഒരാളുടെ തലയിൽ നിന്ന് മറ്റൊരാളുടെ തലയിലേക്ക് താരൻ പകരത്തില്ല, പക്ഷെ നിങ്ങളുടെ താരൻ നിങ്ങൾക്ക് തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പില്ലോ കേസ്, നിങ്ങളുടെ ഹെയർ ടവൽസ്, നിങ്ങൾ തലയിൽ ഹെയർ നൈറ്റിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ക്യാപ്പ് വെച്ചിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം കഴുകി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ഓയിലിംഗ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതൊരു ആ തലയിലുള്ള താരം പോകുമ്പോഴത്തേക്കും ഈ കുരുവും തനിയെ പൊക്കോളും. ഇത് കാരണം നമുക്ക് ബാക്ക് ആക്നെ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ, ഫംഗസ് കാരണം. അടുത്ത് നിങ്ങളുടെ ക്ലോസ്ഡ് കൊമഡോൺസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പോസിലെ സ്കിന്നിലുള്ള ഈ പോസിനകത്ത് ഡെഡ് സ്കിൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽസ്, ഡേർട്ട്, ഇതൊക്കെ വന്ന് അടഞ്ഞിട്ടാണ് ഈ ക്ലോസ്ഡ് കൊമഡോൺസ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് കാരണം ക്ലോസ്ഡ് കൊമഡോൺസ് വരാം. ഇത് എങ്ങനെ പോക്കാന്ന് വെച്ചാൽ നമുക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ഡെയിലി യൂസ് ചെയ്യും. രാവിലെ വൈകിട്ട് യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നൈറ്റ് മാത്രം യൂസ് ചെയ്താലും മതി. പിന്നെ മാത്രമല്ല സാലിസിലിക് ആസിഡ് സിറംസും യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ
പക്ഷേ ഈ സാലിസിലിക് ആസിഡ് സീറം ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, വീക്കിലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാവുള്ളൂ. എക്സ്ട്രീംലി ഓയിലി ആണ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് കൊമഡോൺസ് വരുന്നത് അവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഒരു ടൂൾസ് ഒന്നും വെച്ചിട്ട് കുത്തി ഇളക്കാനൊന്നും ശ്രമിക്കരുത്. പിന്നെ മാക്സിമം യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ്, ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ്, അതല്ലെങ്കിൽ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. മാക്സിമം ഫ്രാഗ്രൻസുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ ഒരുപാട് നേരം നിങ്ങൾ വിയർക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫേസ് വീട്ടിൽ വന്നിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്തൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴൊക്കെ ഈ സെബേഷ്യസ് ഫിലമെന്റും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോയെങ്കിൽ സെബേഷ്യസ് ഫിലമെന്റ്സ് ഒക്കെ നമുക്കൊന്ന് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ 24 ഏജിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പോസിന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ജെന്റിലായിട്ട് വെക്കാനും, സോറി ജെന്റിൽ അല്ല, പ്രോപ്പർ ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താണ് ഇത് രണ്ടും എങ്ങനെ ഇത് മാറ്റാന്നുള്ളത് മനസ്സിലായല്ലോ നിങ്ങളുടെ ഫോർഹെഡ്സിൽ. പിന്നെ നിങ്ങൾ ഹെൽമെറ്റ് ഒക്കെ ധരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കാരണം നമുക്ക് ഫോർഹെഡിൽ ഒരു ചെറിയ ചെറിയ തരി പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതൽ ആണ്. കാരണം നമ്മൾ അഴുക്ക് ഇങ്ങനെ ഒരുപാട് നേരം പ്രസ് ചെയ്തിട്ടായിരിക്കും അവർ ഇരിക്കുന്നത്, അത് കാരണം നമുക്ക് ഒരു ഫോർഹെഡിൽ ഒരു പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ക്രോമിഡോൺസ് പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് എന്താ പറയുന്ന പിമ്പിൾസ് ആയിട്ട് മാറാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ മാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൻസോയിൽ പെറോക്സൈഡ് ഫേസ് വാഷോ അതല്ലാന്നുണ്ടെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാനും പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കോജിക് ആസിഡ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. കോജിക് ആസിഡ് നമുക്ക് മെലാസ്മ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റിയ ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ്. ഇതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. അതായത് നമ്മൾ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു ഫാക്ടർ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മെലാനോസൈറ്റ് എന്ന് പറയുന്ന സെൽ ഒരുപാട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു എൻസൈം എത്തണം, അതാണ് ടൈറോസിനേസ്. ഈ വരുന്ന എൻസൈമിന് ഒരു സിഗ്നൽ കൊടുക്കുന്ന സാധനമാണ്. ഇതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ എന്താ പറയാ, നമ്മൾ മൊബൈൽ സിഗ്നലൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ബ്ലോക്ക് വെക്കൂലേ, അതുപോലെ ബ്ലോക്ക് ചെയ്യാനായിട്ട് കോജിക് ആസിഡിന് പറ്റും. അതുകൊണ്ടാണ് ഈ കോജിക് ആസിഡ് ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു തടയാനായിട്ട് ഇത് പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ഇങ്ങനെ ഭയങ്കര എക്സ്ട്രീംലി ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കോജിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ അടുത്ത നിങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം ഈ ആസിഡ് എന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും സംശയമാണ് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒബ്വിയസ്ലി കോജിക് ആസിഡ് നമുക്ക് ഡെയിലി 2 നേരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നോർമലി ഇത് 2 to 3% ആണ് നമുക്ക് സ്കിൻ കെയർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മുടെ സ്കിൻ കെയർ ബ്രാൻഡ്സ് ഒക്കെ തരുന്നത്. അതിന് പുറത്തോട്ട് കോജിക് ആസിഡ് വരികയാണെങ്കിലാണ് ഈ ഭയങ്കര എക്സ്ട്രീംലി സ്കിൻ അപ്പീലൊക്കെ ആവുന്നത്. നോർമലി അങ്ങനെ ആരും കൊടുക്കാറില്ല, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ. ഡോക്ടേഴ്സ് പോലും ഇൻ ക്ലിനിക്കിൽ ഓൺ ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് പ്രിസ്ക്രിപ്ഷനിൽ പോലും കോജിക് ആസിഡ് 2 or 3 കൊടുക്കാറില്ല. പിന്നെ ഇത് പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യണ്ട എന്നും പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പ്രഗ്നൻസിയുടെ കാരണം ഇതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് കുറച്ച് കൂടുതലാണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്രഗ്നന്റ് ലേഡീസിൽ നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എങ്ങനെ ഇത് റിയാക്ട്, ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ അഴുക്കായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാറില്ല. അത് ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അസലിക് ആസിഡ് ആണ്. ഇനി കോജിക് ആസിഡ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മോക്കുരുവിന്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്യും. പക്ഷെ കോജിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാൻ, നേരത്തെ പോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യും, രാവിലെയും വൈകിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേഷനോ ബോഡിക്ക് വരെ സൈഡ് എഫക്ട്സോ വരത്തില്ല, 2-3% ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റും ഓരോ രീതിയിലാണ് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് മൂന്ന് ടൈപ്പ് കോജിക് ആസിഡ് ആണ്. ബോട്ടിൽ കാണാൻ പറയും, ഇതിന്റെ പഴയ ബോട്ടിലാണ് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കാണ്. അപ്പം ഇത് 3% കോജിക് ആസിഡ് ആണ് വരുന്നത്. ഇതിനകത്ത് 2% കോജിക് ആസിഡ്, ഇതിൽ 2% കോജിക് ആസിഡ് ആണ്. ഇത് രണ്ടും ഡെമോക്കോഡ, ഇത് ഡോക്ടർ ഷേത്തിന്റെ. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇത് രണ്ടും 2% ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് നിയാസനമേഡും ഒക്കെ ഉള്ളതാണ്. നമ്മൾ ഇത് യൂസ് ചെയ്യും, ഇത് 3% ആയതുകൊണ്ട് അവർ കൂടുതലും പറയുന്നത് നിങ്ങൾക്ക് എവിടെയാണോ കൂടുതലായിട്ട് വരുന്നത് അവിടെ മാത്രം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് മാത്രം ചെയ്താൽ മതി. പിന്നെ നൈറ്റിലാണെങ്കിൽ നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഡെയിലി ഒരു നേരം മാത്രം യൂസ് ചെയ്താൽ മതി. ഈവൻ ദോ ചെറിയ 1% ഡിഫറൻസ് ഇല്ലെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഓരോ സാധനവും ഓരോ രീതിയിലായിരിക്കും ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഈവൻ ദോ ഇത് 2 ഡിഫറെന്റ് ബ്രാൻഡ് ആണെങ്കിലും ഇത് നമുക്ക് 2 നേരം യൂസ് ചെയ്യാം. ഇത് രണ്ടും ഒരേ ബ്രാൻഡിന്റെ സാധനമാണെങ്കിലും ഫോർമുലേഷൻ വ്യത്യാസം വന്നതുകൊണ്ട്, കോൺസെൻട്രേഷൻ വ്യത്യാസം വന്നതുകൊണ്ട് ഇത് ഡെയിലി 2 നേരം യൂസ് ചെയ്യുന്നിടത്ത് ഇത് നമുക്ക് ഒരു നേരം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കണ്ട് ഞെട്ടേണ്ട, ഇത് പഴയ ബോട്ടിലുകളാണ്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത് മാത്രമല്ല ബോട്ടിലുള്ള ഇൻസ്ട്രക്ഷൻസും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ കോജിക് ആസിഡ് എന്തിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് സെറത്തിന്റെ കൂടെയും കോജിക് ആസിഡ് യൂസ് ചെയ്തോ ഒരു കുഴപ്പമില്ല. ഏത് മോയ്സ്ചറൈസറിന്റെ കൂടെയും കോജിക് ആസിഡ് യൂസ് ചെയ്തോ കുഴപ്പമൊന്നും ഇല്ല. കാരണം ഇതൊന്നും വേറൊന്നുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുകയോ ഇറിറ്റേറ്റ് ആക്കുകയോ നമ്മുടെ സ്കിന്നിന്റെ pH ആൾട്ടർ ചെയ്യുകയോ ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ Q&Aയിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ടീനേജേഴ്സിന്റെ ഓപ്പൺ പോസിനെ പറ്റി, ജനറലൈസ് ആയിട്ട് കാണപ്പെടുന്ന നമ്മുടെ ചീക്കിന്റെ,
ഫോർഹെഡ്സിന്റെ അവിടെയുള്ള ആ പിമ്പ്, ആ കൊച്ചു കൊച്ചു കുരുക്കളെ പറ്റിയിട്ട്, പിന്നെ കോജിക് ആസിഡിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ സ്കിൻ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ കൂടെ ഒരുപാട് പ്രൊഡക്ട്സ് എടുത്ത് യൂസ് ചെയ്യാനും പാടില്ല. നിങ്ങളുടെ സ്കിൻ അനുസരിച്ചിട്ടുള്ള, നിങ്ങളുടെ സ്കിന്നിനുള്ള പ്രോബ്ലം അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ വീഡിയോ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിന് ഞാൻ വരും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചിൽഡ് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.